പ്രേക്ഷകരെ, ബലാത്സംഗ കേസുകളിൽ അന്വേഷണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യനാക്കാനുള്ള നടപടികൾ ഇന്ന് നിയമസഭയിൽ തുടങ്ങിയേക്കും. DK മുരളി MLA സ്പീക്കർക്ക് നൽകിയ പരാതി പ്രിവിലേജസ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. ജയിൽ മോചിതനായതിനു ശേഷം രാഹുൽ ഇതുവരെ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. രാഹുൽ സഭയിലെത്തിയാൽ ഭരണപക്ഷ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് സഭയിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. രാഹുലിന്റെ ഒരു രീതി അങ്ങനെയാണ്. എത്രമാത്രം പ്രതിരോധത്തിലായാലും ഒരു പുഞ്ചിരിയോടുകൂടി സഭയിൽ അടക്കം വന്ന് പൊതുജനമധ്യത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഹൂ കേസ് എന്ന ആറ്റിറ്റ്യൂഡാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരുപക്ഷെ ഇന്നത് സ്വീകരിക്കുകയാണെങ്കിൽ പ്രതിപക്ഷം വെട്ടിലാവും, ഭരണപക്ഷത്തിന് അത് ആയുധമായി തീരുകയും ചെയ്യും. ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും പറയുന്ന ഓരോ മറുപടിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കുത്തിയായിരിക്കുമല്ലോ മറുപടി പറയുക ഭരണപക്ഷം. ഇന്ന് സഭയിൽ വരാനുള്ള സാധ്യതയുണ്ടോ? പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഇന്ന് വിശദമായിട്ടത് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ രാഹുലിന്റെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷമല്ലേ അങ്ങനെ ഒരു തീരുമാനം, കടുത്ത തീരുമാനം എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കത്തുള്ളൂ. റോഷി, അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിർണായകമാണ്. കാരണം LDF MLA DK മുരളി നൽകിയ ഈ രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് ഇന്ന് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കുന്നുണ്ട്. അതിൽ തുടർ നടപടികൾ സ്വീകരിക്കണമോ എന്ന കാര്യമാണ് തീരുമാനമെടുക്കുക. മറ്റ് കടുത്ത നടപടിയെടുക്കുക സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗം കേട്ട് അതിനൊപ്പം ആവശ്യമെങ്കിൽ ഈ അതിജീവിതമാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താനുള്ള അധികാരം ഈ എത്തിക്സ് കമ്മിറ്റിക്കുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഏത് നടപടിയിലേക്ക് പോകുമെന്ന് വ്യക്തമല്ല. കാരണം ഇനി സഭാ സമ്മേളനം അവസാനിക്കാൻ ദിവസങ്ങളുണ്ട്. പക്ഷെ അതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇന്നത്തെ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം നിർണായകമാണ്. അതിനപ്പുറം നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നാൽ സ്വാഭാവികമായും പ്രതിപക്ഷം പ്രതിരോധത്തിലാകുമെന്ന് മാത്രമല്ല അവിടെ ചർച്ചകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിയാകും തിരിയുക. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പല വിഷയങ്ങളും പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരം നഷ്ടപ്പെടുമെന്ന ആശങ്ക പ്രതിപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. ഭരണപക്ഷമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് സഭയിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കും എല്ലാ പ്രസംഗങ്ങളും പിന്നീട് അങ്ങോട്ട്. അത് ബജറ്റ് പ്രസംഗമാകട്ടെ, എല്ലാ പ്രസംഗങ്ങളും ആ തരത്തിൽ മുന്നോട്ട് പോകും. കാരണം ഇന്ന് ബജറ്റ് പ്രസംഗത്തിന്റെ തുടക്കം കൂടിയാണ്. മാത്രമല്ല ഇന്ന് ചോദ്യോത്തര വേളയിൽ ഇന്ന് മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങൾ വനം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളടക്കം ചോദ്യങ്ങളായി ഉയരുന്നുണ്ട്. ഏതായാലും സഭാ സമ്മേളനത്തിൽ പതിവ് പോലെ തന്നെ ആ തരത്തിലുള്ള നടപടികൾ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങണമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അനൌദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിലുമായി കോൺഗ്രസിന്റെ പല നേതാക്കളും ആശയവിനിമയം നടത്തുന്നുണ്ട്. ആ തരത്തിൽ ചിലപ്പോൾ നിർദ്ദേശം നൽകാനുള്ള സാധ്യതയുണ്ട്, വരാൻ പാടില്ലെന്ന്. പക്ഷേ രാഹുൽ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് വ്യക്തമല്ല. രാഹുൽ ഇങ്ങോട്ടേക്ക് വന്നാൽ പ്രതിഷേധത്തിന് സാധ്യതയുമുണ്ട്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. റോഷി, ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. ഇന്നിപ്പോ നിയമസഭയിൽ TP വിഷയം വീണ്ടും സഭയിൽ പ്രതിപക്ഷം ഉയർത്താൻ പോകുന്നുണ്ടോ? എന്താണ് സംഭവം? TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് പരോൾ കിട്ടുന്നത് ഹൈക്കോടതി അടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ TP കേസിലെ പ്രതികൾക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ എന്ന അർത്ഥത്തിലാണ് അന്ന് ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയത്. അതിനുകൂടി പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം TP വധക്കേസ് വീണ്ടും സഭയിൽ കൊണ്ടുവരാൻ പോകുന്നുവെന്ന് കേട്ടു. അതിനുള്ള സാധ്യതയുണ്ടോ റോഷി? അരുൺകുമാർ, TP ചന്ദ്രശേഖരൻ വധക്കേസ് വീണ്ടും സഭയിൽ എത്തിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തിട്ടുണ്ട്. കാരണം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ചട്ടവിരുദ്ധമായി പരോൾ നൽകുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കാരണം പല ഘട്ടങ്ങളിലായി വളരെ കൂടുതൽ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ പുറത്തിറങ്ങി എന്ന പരാതിയുണ്ട്. ഈ വിഷയമാണെന്ന് സഭയിൽ ഉയർത്തുക. ഏറ്റവും ഒടുവിൽ MC അനൂപിനാണ് പരോൾ അനുവദിച്ചത്. അതിനു പുറമെ ജ്യോതി ബാബുവിന്റെ ഭാര്യ പരോൾ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി വിമർശനം ഉയർത്തിയിരുന്നു. എന്തുകൊണ്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഇങ്ങനെ ഇളവ് നൽകുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായ സാഹചര്യത്തിലാണ് ഇത്തരം കുറ്റവാളികൾക്ക്, അതും കൊലക്കേസിലെ ക്രൂരമായ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതിലൂടെ സർക്കാർ അവരെ സംരക്ഷിക്കുന്നു. പരോൾ അനുവദിക്കുന്നതിലൂടെ സർക്കാർ അവരെ സംരക്ഷിക്കുന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുക. ഏതായാലും ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആഭ്യന്തര ജയിൽ ചുമതലയുള്ള മന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരിക. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. സഭയിൽ ഇന്നും കടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നും പ്രതിഷേധങ്ങൾക്ക് ചൂടുണ്ടാവും അല്ലേ? സംഭവം ബഹുലമായിരിക്കുമോ?
അരുൺകുമാർ, ഒരു 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ള വീണ്ടും ഉയർത്തും പ്രതിപക്ഷം. സ്വർണ്ണക്കൊള്ളയിൽ കടുത്ത പ്രതിഷേധം പ്രതിപക്ഷത്തിനാവാതെ പ്രതീക്ഷിക്കാം. രാവിലെ 8:30 പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ഏതു തരത്തിലുള്ള പ്രതിഷേധം സ്വർണ്ണക്കൊള്ളയിൽ തുടരണമെന്ന് തീരുമാനമെടുക്കും. ഏതായാലും നിലവിൽ കഴിഞ്ഞ സഭാ സെഷനിൽ നടന്നതുപോലെ 2 MLA-മാർ വീണ്ടും അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങാൻ സാധ്യതയുണ്ട്. അന്ന് സഭ പിരിഞ്ഞപ്പോൾ അവിടെ സമരം അവസാനിപ്പിച്ചതാണ്. സമാനമായി ഇന്ന് തുടങ്ങാനാണ് സാധ്യത. ഇനി 5-ാം തീയതി വരെ നിയമസഭാ സമ്മേളനമുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഇടവേളയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ രാവിലെ തീരുമാനമെടുക്കും. അതിനൊപ്പം തന്നെ മറ്റു പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ഉന്നയിക്കും. ഇന്ന് ബജറ്റിലുള്ള ചർച്ച തുടങ്ങുകയാണ്. താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സഭ സമ്മേളിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളയടക്കം TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയമടക്കം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധിക്കുമെന്നാണ് അറിയുന്നത്. വീണ്ടും 2 MLA-മാർ പുറത്ത് സത്യാഗ്രഹം കിടക്കുമെന്നാണ് പറയുന്നത്. ആ സത്യാഗ്രഹം കിടക്കുന്നത് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT, ആ SITയുടെ അന്വേഷണം തുടരുന്നു. പിന്നെ എന്തിനാണാവോ ഈ പാവപ്പെട്ട 2 പേര് സത്യാഗ്രഹം ഇനി കിടക്കാൻ പോകുന്നത്? പക്ഷേ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞപ്പോൾ തൽക്കാല സത്യാഗ്രഹമൊക്കെ അവസാനിപ്പിച്ചു. അവർ തന്നെയായിരിക്കും CR മഹേഷും നമ്മുടെ നജീബ് കാന്തപുരവുമാണ് കിടന്നത്. അവർ തന്നെയായിരിക്കും എന്നറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. അല്പസമയത്തിനുള്ളിൽ നിയമസഭയിലെ വിവരങ്ങൾ റോഷിപാലും TV പ്രസാദും പ്രേക്ഷകർക്ക് പങ്കു നൽകും.